നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമാർന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ റെസിപ്പി മേക്കിംഗ് ഒരു നല്ല ഒരു ഹരമായി തീർന്നിരിക്കുക. നേരത്തെ തന്നെ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ഹെൽത്തി റെസിപ്പി മേക്കിംഗ് എൻ്റെ ഇഷ്ട വിനോദം തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല, പ്രേക്ഷകരുടെ ഓരോ കമൻസ് കാണുമ്പോഴോ അതിനേക്കാൾ സന്തോഷം. മാഡത്തിൻ്റെ റെസിപ്പിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ ദിവസവും അവർക്ക് ഓരോ തരം റെസിപ്പികൾ തയ്യാറാക്കി അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. അതിലൂടെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാം, ഉന്മേഷം ഉണ്ടാക്കാം, എനർജി ഉണ്ടാക്കാം, അസുഖങ്ങൾ മാറ്റി നിർത്താം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് എൻ്റെ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എപ്പോഴും നമുക്കൊരു ഒരു ശുദ്ധമായ ലക്ഷ്യമുണ്ട്. അത് ശരീരത്തിന് നമ്മളെ ഓരോ വീടുകളിലുള്ള ഓരോ ആൾക്കാർക്കും മാത്രമല്ല, ഈ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് ഞാനിത് ഇങ്ങനെയുള്ള റെസിപ്പികൾ തയ്യാറാക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ തുടങ്ങിയ ഒരു യാത്രയാണ്. ദൂരദർശനിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അവസരം എനിക്ക് സത്യം പറയാൻ ദൈവനിയോഗം പോലെ കിട്ടിയതാണ്. അതിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ അതേ വാക്കുകളാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഭക്ഷണം തന്നെയാണ് മരുന്ന്. ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് മരുന്ന് രൂപത്തിലെടുക്കണമെന്നല്ല, നമ്മൾ കഴിയുന്നതും ശുദ്ധമായിട്ടും ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും എല്ലാ പോഷകങ്ങളും അടങ്ങിയതുമായ ഒരു ഭക്ഷണം ക്രമം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി മാറ്റണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് അന്നു മുതലേ തുടങ്ങിയതാണ്, അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അതിലൂടെ ആയിരിക്കാം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നതും. ഈ അവസ്ഥയെന്ന് പറയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ഡോക്ടറായി മാറിയതും അതേ രീതിയിൽ തന്നെയാണ്. ഹോളിസ്റ്റിക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിനകത്ത് ശരിയായ ഭക്ഷണ രീതി, ശരിയായ ജീവിതശൈലി, അതോടൊപ്പം മനസ്സും ശരീരവും ഒരേപോലെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മനസ്സിന് വേണ്ടത് നമ്മൾ കൊടുക്കണം. അതാണ് യോഗയും മെഡിറ്റേഷൻ ഡീപ്പ് റിലാക്സേഷനും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് പല പ്രേക്ഷകരും ആദ്യമായിട്ട്, കഴിഞ്ഞ ആഴ്ചയിൽ എത്രയോ പേഷ്യൻസ് എന്നെ വിളിച്ചിട്ട് പറയും, മാഡം ആദ്യമായിട്ടാണ് ഈ മാഡത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു ഐഡിയയും കാണില്ല എന്നെക്കുറിച്ച്. ഞാനൊരു അലോപ്പതി ഡോക്ടറാണെന്നോ, ഞാനിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വളരെയധികം റിസർച്ച് ചെയ്ത ഒരു വ്യക്തിയാണെന്നോ, അതിലൂടെ പലതരം അസുഖങ്ങൾ നമുക്ക് ഒരുമിച്ച് മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജ് ഞാൻ കൊടുക്കുന്നു. അവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പറയുന്ന പോലെ അവരുടെ അറിവിലേക്കായി, പുതിയ ആൾക്കാരുടെ അറിവിലേക്കായി ഞാൻ ഇതൊക്കെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. പഴയ ആൾക്കാർക്ക് ബോറടിക്കുന്നെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എൻ്റെ ഒരു ഹോളിസ്റ്റിക് തെറാപ്പി ഞാൻ നിംസ് മെഡിസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് വെറും നാച്ചുറോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരുന്നു അത്. എങ്കിൽ ഇപ്പോൾ അത് പലതരം ചികിത്സകളുടെ സമന്വയമായി മാറിയിരിക്കുന്നു. പലതരം ചികിത്സകളുടെ നന്മകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിരിക്കുന്നു. അതാണ് ഹോളിസ്റ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ പുത്തരിക്കണ്ടം ഞങ്ങൾ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ ഇപ്പോഴും നടക്കുന്നു, അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടുത്തെ ഞാനൊരു വിശിഷ്ട അതിഥിയായിരുന്നു. അവിടെ ശരിക്ക് ഞാൻ നല്ലൊരു സ്പീച്ച് കൊടുത്തു. അതും നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം തന്നെയും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഹെൽത്തി ലിവിങ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ ഉള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് എപ്പോഴും അതൊരു ഒരു ഡിറ്റർമിൻഡ് ഔട്ട്ലുക്ക് അതിനാവശ്യമാണ്. നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. പലപ്പോഴും ആളുകൾ പറയും, ഞങ്ങൾക്ക് സമയമില്ല മാഡം, യോഗ ചെയ്യാൻ സമയമില്ല, മെഡിറ്റേഷന് സമയമില്ല, എക്സസൈസിന് സമയമില്ല, ഭക്ഷണം നേരെ കഴിക്കാൻ സമയമില്ല. ഇത് ലെയിം എക്സ്ക്യൂസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഈ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു അപ്രോച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. 100% പോസിബിളാണ് ആർക്കും. പിന്നെ നമുക്ക് നമ്മളുടെ സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയാണ്. ഞാനെപ്പോഴും പറയുന്ന എല്ലാം കഴിയുന്നതും ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയുന്നു. പക്ഷേ അത് എപ്പോഴും അത് പോസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റുപരിസരത്തുള്ള ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ അമിതമായിട്ട് വിഷമില്ലാതെ കിട്ടും. നമുക്ക് മാർക്കറ്റിൽ കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ തമിഴ്നാട് ബോണസായിട്ട് നമുക്ക് വിഷമിട്ട് തരുന്നത് ഒഴിവാക്കിക്കൊണ്ട് വീട്ടിന് ചുറ്റിനുമുള്ള എന്തിന് കൂടുതൽ പറയുന്നത് ചേമ്പിൻ്റെ ഇലയില്ലേ, എത്രയോ നല്ലതാണ്. അതുപോലെ മത്തനില, അതുപോലെ നമ്മുടെ മുരിങ്ങയില, പിന്നെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്,
ഒക്കെ തന്നെ പോഷകങ്ങളുടെ കലവറയാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്തൊക്കെ കിട്ടും. പിന്നെ പയറോ കടലയോ അല്ലെങ്കിൽ കുറച്ച് മീനോ, പിന്നെ കഴിയുന്നതും ഒരു അരിയുടെ കാര്യമാണ് ഇപ്പോൾ പ്രശ്നം. അതിനകത്ത് മുഴുവൻ ആഴ്സനിക്കൊക്കെ ഇട്ടാണ് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് കഴിയുന്നത് നമുക്കൊരു ഓർഗാനിക് റൈസ് ഉപയോഗിക്കുന്ന വളരെ നല്ലതായിരിക്കും. പറ്റുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ ചുറ്റുപരിസരത്തുള്ള പഴവർഗ്ഗങ്ങൾ നോക്കി കഴിക്കാൻ നോക്കുക. മാക്സിമം നമ്മൾ എക്സോട്ടിക് പഴങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പേരയ്ക്ക, പപ്പായ, അതുപോലെ പൈനാപ്പിൾ നമ്മുടെ വീടുകളുടെ ചുറ്റിനും ഉള്ളത്. അത് വെളിയിൽ നിന്ന് വരുമ്പോഴാണ് അതിന് കൂടുതലായിട്ട് വിഷമുണ്ടാവുന്നത്. അതുപോലെ മറ്റ് ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമായി മാറിയിരിക്കുന്ന റിഫൈനിങ് പ്രോഡക്ട്സ്, റിഫൈൻഡ് ഓയിൽ, മൈദ, പഞ്ചസാര, ബ്രെഡ്, പൊറോട്ട, പാസ്ത, ചൈനീസ് നൂഡിൽസ്, അങ്ങനെയുള്ള കൂടുതലായിട്ട് റിഫൈനിങ് പ്രോസസ്സ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു നോ പറയുന്നത്, ജനറലായിട്ടൊരു നോ പറയുക. വല്ലപ്പോഴൊക്കെ കഴിക്കാം. ഇപ്പോൾ ഒരു ഐസ്ക്രീം ഒരു മാസത്തിലൊരിക്കൽ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പം വരത്തില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പം ഇടയ്ക്കൊരു ബ്രെഡും ബട്ടറും ഒക്കെ കഴിക്കാം. അതോടൊപ്പം പിന്നെ വളരെ പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ അസുഖങ്ങളുള്ളവർ മാക്സിമം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളവർ മാക്സിമം അത് കുറച്ച് വയ്ക്കുക. പിന്നെ വല്ലപ്പോഴും കഴിക്കുക. നല്ല നോർമലായി അസുഖങ്ങളെല്ലാം മാറി നിൽക്കുമ്പോൾ വല്ലപ്പോഴും കഴിക്കാം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ ഒരിക്കലും ഇതിനൊന്നും എതിരല്ല. ഇപ്പോൾ എനിക്കും കൊതിയുള്ള ഭക്ഷണങ്ങളുണ്ട്, ഞാനും വല്ലപ്പോഴും ഒക്കെ കഴിക്കും. ഇങ്ങനെ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈം പ്രാക്ടീസ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ടേക്ക് അൺഹെൽത്തി ഫുഡ്സ് വൺസ് ഇൻ എ വൈൽ, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ ഇതിനൊന്നും എതിരല്ല. ഇപ്പോൾ എല്ലാവരും ഇത് പറയും, ഈ മാഡത്തിൻ്റെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഒന്നും വായി വയ്ക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതുപോലെ പശുവിൻ പാൽ ഒരിക്കലും മനുഷ്യനുള്ളതല്ല, അത് വേറൊരു മൃഗത്തിനുള്ളതാണ്. മൃഗങ്ങൾ തന്നെ, മൃഗങ്ങളുടെ പാൽ അവർ മാത്രം, നമ്മളല്ലേ ഈ മൃഗങ്ങളുടെ പാലും കൂടെ എടുത്ത് കുടിക്കുന്ന മനുഷ്യർ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സ്പീഷീസാണ്. അതുകൊണ്ട് തന്നെയും അത് നമ്മുടെ ബോഡിയിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് 100-ൽ 99% അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനും ഈ പാലിനകത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സീമ ഉണ്ടാവും, ചൊറിച്ചിൽ, ചില കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകും, ചൊറിച്ചിൽ കഴിയുമ്പോൾ ശ്വാസമുട്ടലുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി, ഗോതമ്പും പാലും ഒക്കെ ഒന്ന് ഒഴിവാക്കി നോക്ക്. ഇത് കാണുന്നവർ തന്നെ അങ്ങനെ അതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ കൊടുക്കാം, നമ്മുടെ ബദാം മിക്സിയിലടിച്ച് പാൽ കൊടുക്കാം. പിന്നെ അതുപോലെ കപ്പലണ്ടി മിക്സിയിലടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടി കഴിക്കാൻ കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം തന്നെയും കിട്ടാൻ വളരെ ചീപ്പായിട്ടുള്ള പോസിബിലിറ്റീസാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രമിച്ചു നോക്കുക. അതേ രീതിയിലേക്കുള്ള ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മളുടെ അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ട്യൂണ സാലഡാണ്. ട്യൂണ എന്ന് പറയുന്നത് അറിയാമല്ലോ, ചൂരയാണ്. ചൂര വേവിച്ച് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം, അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ട്യൂണ, അതായത് ചൂര, നല്ല ചൂര ഇളക്കി കുറച്ച് വെള്ളവും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് ഇളക്കിയെടുക്കണം. ഇത് ഇങ്ങനെ കുറച്ചൊന്ന് കൈവച്ച് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും, അതാണിത്. പിന്നെ നമുക്ക് വേണ്ടത്, ഇതൊരു 100 ഗ്രാം ആണെങ്കിൽ അത്രയും തന്നെ സവാള അരിഞ്ഞത്, 100 ഗ്രാം സവാള അരിഞ്ഞത്. അതോടൊപ്പം ഒരു 100 ഗ്രാം വെള്ളരി, നമ്മുടെ സലാഡ് വെള്ളരി അരിഞ്ഞെടുത്തത്. പിന്നെ പാലക്കില, ഇതൊരു 25 ഗ്രാം പാലക്കില. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത്രയുമാണ് ഇതിന് വേണ്ടത്. വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാം. പിന്നെ ഇതൊരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ കീറ്റോജനിക് ഡയറ്റിൽ, എൻ്റെ LK ഡയറ്റ് പ്ലാനില്ലേ, അതിനകത്ത് സാലഡ്സ് ഉണ്ട്. ഈ ഒരു സാലഡ് ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിച്ചാൽ റൈസ് ഇത്രയും പോലും കഴിക്കേണ്ടി വരത്തില്ല, വയറ് പെട്ടെന്ന് നിറയും. അത്രയ്ക്കെല്ലാം ഫില്ലിങ് എഫക്റ്റ് ഉള്ളതാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ട്യൂണ നമുക്ക് റോളിലേക്കിടാം. സലാഡ് വെള്ളരി അരിഞ്ഞത് ചേർത്തു. സവാള ചേർക്കുന്നു. പാലക്കില
ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർത്താൽ മതിയാവും. പാലക്കില ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഇച്ചിരി മുരിങ്ങയില ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിടാം. ചീരയിലയും ചേർക്കാം. ഉപ്പ് ചേർക്കാം. കുരുമുളക് പൊടി. പിന്നെ ഞാൻ പലപ്പോഴും സാലഡിൽ ചേർക്കുന്ന മറ്റു ചില ചേരുവകളുണ്ട്, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ചിയാ സീഡ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, അവയൊക്കെ വേണമെങ്കിൽ ചേർക്കുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല, ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒഴിച്ച നാരങ്ങാ നീരാണ്. എത്ര പെട്ടെന്നാണ് നമുക്ക് ഇത് ശരിക്കും തയ്യാറാക്കി. ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു റെസിപ്പി, ഈ ഒരു സാലഡ് മാത്രം മതിയാവും അവർക്ക്. ഉച്ചയ്ക്ക് വേറെ ഒരു ആഹാരത്തിൻ്റെയും ആവശ്യം വരുന്നില്ല. വളരെ ഫില്ലിംഗ് ആണ്. പ്രത്യേകിച്ചും ഈ ഇലയൊക്കെ പച്ചയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിറയെ നാരുകളാണ്. വെള്ളരിക്ക, അതുപോലെ ചൂണയില്ലേ, നമ്മുടെ ചൂര, പ്രോട്ടീനല്ലേ, വിശപ്പേ വരില്ല. ഇനി അവസാനം നമുക്ക് വെർജിൻ ഓയിൽ ചേർക്കാം. വെർജിൻ ഓയിൽ ഇല്ലെങ്കിൽ ഇത്തിരി ആട്ടിയ വെളിച്ചെണ്ണ, നിങ്ങൾ റിഫൈനിങ് പ്രോസസ്സിലുള്ള സാധനം റിഫൈൻഡ് ഓയിൽ ചേർക്കരുത് കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും വേണ്ടില്ല, കുഴപ്പമില്ല, കുറച്ചൊഴിക്കാം. ഇങ്ങനെ വെച്ചാലും മതിയല്ലേ. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയില്ലേ, വെറൈറ്റി ഓഫ് കളേഴ്സ്, നല്ല കറക്റ്റായിട്ടൊരു യൂണിഫോം കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണെന്ന് ഉള്ളത് യാതൊരു സംശയമില്ല. നല്ല ട്യൂണ എന്ന് പറയുമ്പോൾ ചൂര മീനല്ലേ, അതിന് നല്ലൊരു രുചി ഉണ്ടാവുമല്ലോ. എത്ര വേണമെങ്കിലും ഇത് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒക്കെ ഇഷ്ടപ്പെടും, യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഏറ്റവും ന്യൂട്രീഷണൽ വാല്യൂ നോക്കുമ്പോൾ ചൂര എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, നിറയെ പ്രോട്ടീനാണ്. ഒരു 20-25 ഗ്രാം പ്രോട്ടീൻ ഇതിനകത്ത് 100 ഗ്രാമിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് 1 gram per kilogram ബോഡി വെയിറ്റ് ആണ് സാധാരണ ഉള്ളവർക്ക്. പ്രായമാകുമ്പം 1.5 gram വേണമെന്നാണ്. പ്രായം കൂടുതലാകുമ്പോൾ ഒരു 50-60 വയസ്സാകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കും 1 gram, കൊച്ചു കുഞ്ഞുങ്ങളെന്നല്ല, ഒരു അഡൾട്ട് ഒരു ബിലോ 30 years ഒക്കെ 1 gram. തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കുറച്ചുകൂടെ പ്രോട്ടീൻ വേണം. അപ്പോൾ അത് നമുക്കിതിനകത്ത് എളുപ്പമാണ്. ഒരു 100-200 ഗ്രാം ചൂര കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള പ്രോട്ടീൻ കിട്ടി. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡിൻ്റെ കലോറിയാണ്. ഏറ്റവും കൂടുതൽ omega-3 അടങ്ങിയിരിക്കുന്നത് ഏത് മീനിലാണെന്ന് ചോദിച്ചാൽ ചൂരയാണ്. ചൂര, സാൽമൺ എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്, അത് നമുക്കിവിടെ അത്ര അവൈലബിൾ അല്ല. പിന്നെ മാക്ര, മത്തി, അയല, ചൂര, കീഴ്ചാള, കൊഴിയാള, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറയുന്ന പേരുകളാണ് ഇതൊക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പണ്ടേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചൂര നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ വെർജിൻ ഓയിൽ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണം ഇരട്ടി ആവുകയാണ്. അതോടൊപ്പം സവാള എന്ന് പറയുന്നത് നല്ല ക്യൂർസെറ്റിൻ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയാണ്. പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഏറെ സഹായിക്കുന്ന പല ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. പിന്നെ നല്ല ഒരു വെജിറ്റബിളാണ്. അതോടൊപ്പം വെള്ളരിക്ക, ഇതിനൊക്കെ കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. ഇത് തന്നെ ഞാനിപ്പോൾ എടുത്തതെല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്ക് ഒരു 100 ഗ്രാം ഇതിനകത്ത്
100 ഗ്രാം ഇപ്പോൾ എടുത്തിട്ടില്ല. ഇത് ഏകദേശം 50 ഗ്രാമാണ് നമ്മളുടെ ഇതിനകത്ത് ചേർത്തിൻ്റെ ടൂണ. 100 ഗ്രാമിൽ 200 കലോറിയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 100 കലോറി. പിന്നെ അതുപോലെ തന്നെ 50 ഗ്രാം സവാള എന്ന് പറയുമ്പോൾ ഒരു 20-25 കലോറിയേ ഉള്ളൂ. പാലക്കില എന്ന് പറഞ്ഞത് ഒരു 20-25 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു 10-15 കലോറിയേ അടങ്ങിയിട്ടുള്ളൂ. പിന്നെ മറ്റുള്ളതിനകത്തൊക്കെ നെഗ്ലിജിബിൾ കലോറീസാണ്, ഒന്നുമില്ല. നാരങ്ങ നീരിലൊന്നും വലിയതായിട്ടില്ല, കുരുമുളക് പൊടിയിലുമില്ല. പിന്നെ സലാഡ് വെള്ളരിക്കകത്ത് 100 ഗ്രാമിൽ ഇത് ഒരു 50 ഗ്രാമാണ് ഇട്ടത്. 100 ഗ്രാമിൽ വെറും 18 കലോറിയാണുള്ളത്. അപ്പം ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു 175-200 കലോറിക്കകത്താണ് നമ്മളുടെ ഈ ഒരു നേരത്തെ ഭക്ഷണം. ഈ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ബേണിംഗ് റെസിപ്പിയാണിത്. ഫാറ്റ് ബേണിംഗ് സാലഡാണ്, യാതൊരു സംശയവുമില്ല. ഫാറ്റി ലിവറിനും പോളിസിസ്റ്റിക് ഓവറിക്കും അമിതവണ്ണത്തിനും പ്രമേഹത്തിനും ഒക്കെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ.